പിന്തുണാ വിവാദമാണ് നിലമ്പൂരിൽ ഇപ്പോൾ ആളിപ്പടരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയം മാറിയെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാതെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ജമാഅത്തെ ഇസ്ലാമി നയപരമായി മാറിയോ എന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കാം. വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമില്ല. അവരുടെ സാഹചര്യം കൊണ്ടാണ് UDF-നെ പിന്തുണയ്ക്കുന്നതെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. സഖ്യത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അത് ദുർവ്യാഖ്യാനല്ലേ. ഇത് വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ UDF-നെ പിന്തുണച്ചിരിക്കല്ലേ, അല്ലാതെ രാഷ്ട്രീയ സഖ്യം ഇല്ലല്ലോ. UDF ആയിട്ട് നിൽക്കുകയല്ലേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആശയപരമായി പിന്തുണക്കുന്ന എല്ലാവരോടും യോജിപ്പുണ്ടായിക്കൊള്ളും എന്നില്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടൊക്കെ ഉള്ള ഡിഫറൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ആശയപരമായി നിൽക്കുന്നുണ്ട്. രണ്ടും രണ്ടാണ്. VS രഞ്ജിത്തിലേക്കാണ് പോകുന്നത്. രഞ്ജിത്ത് നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, ആഴ്ചകളുടെ പോലും വ്യത്യാസമില്ലാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയങ്ങൾ മാറി മാറി മറയുന്നു നമ്മൾ കണ്ടു. ദേശീയപാതയായാലും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചർച്ചയായാലും വന്യമൃഗാക്രമണമായാലും അതെല്ലാം ചെന്ന് ഇപ്പോൾ ഈ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ഈ പിന്തുണാ വിവാദം ഇങ്ങനെ ആളിക്കത്തുകയാണ്. അതിലിപ്പോൾ ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം ഇതിൽ ലീഗ് എന്ത് പറയുമെന്നുള്ളത് നമ്മൾ അത്രത്തോളം പ്രധാനത്തോടെ ഉറ്റുനോക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രതികരണം, അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഇതിൽ വ്യക്തത വരുന്നത് എന്തിനാണ്? UDF-നാണ് ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. ഇത്തവണ മാത്രമല്ല, 2019 ശേഷം പല തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും UDF-നെയാണ് പിന്തുണച്ചിട്ടുള്ളത്. അത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെയുള്ള പിന്തുണയാണ്. BJP സർക്കാർ വന്നതിനു ശേഷം UDF-നെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കാം എന്നവർ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നതായി പരസ്യമായി കോൺഗ്രസോ UDF-ഓ പ്രതികരിക്കാറില്ല. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണ ആവശ്യമുണ്ട് എന്ന ഒഴുക്കൻ മട്ടിലുള്ള രാഷ്ട്രീയ പ്രതികരണം മാത്രമേ അവർ നടത്താറുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ അവർ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ UDF-ന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി.ഡി. സതീശൻ പരസ്യമായി തന്നെ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തുകയും അവർക്ക് ഏറെ മാറുകയും ചെയ്തു. മതരാഷ്ട്രവാദം അവർക്ക് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു, അതിലെന്താണ് തെറ്റ്? PDP-യുടെ പിന്തുണ LDF സ്വീകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു വാദം. പക്ഷേ ഇന്നിപ്പോൾ വളരെ വ്യത്യസ്തമായൊരു നിലപാട് ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവോ ജമാഅത്തെ ഇസ്ലാമിക്ക് നയംമാറ്റം വന്നുവോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചർച്ച തെരഞ്ഞെടുപ്പ് ശേഷമാവാം. ആശയപരമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ഭിന്നിപ്പുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും ഞങ്ങളുടെ ആശയവും വ്യത്യസ്തമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിനപ്പുറത്ത് രാഷ്ട്രീയ സഖ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ വെൽഫെയർ പാർട്ടിയുമായിട്ടോ ഇല്ല എന്ന ഉറച്ച നിലപാട് ലീഗ് സ്വീകരിക്കുന്നു. വി.ഡി. സതീശന്റെ നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതാണ് വി.ഡി. സതീശന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് ലീഗ്. അതിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രതികരിച്ചത്.